പോവുകയാണ്. അനു, ഏതായാലും ശബരിമല സ്വർണ്ണപ്പാളി കൈമാറ്റത്തിൽ തിരിമറി നടന്നുവെന്ന് ഹൈക്കോടതി വ്യക്തമാക്കുകയാണ് ഇടക്കാല ഉത്തരവിലൂടെ. ഏതായാലും ഈ കാര്യങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ദുരൂഹത ഉണ്ടായിട്ടുണ്ട് എന്ന് ഇടക്കാല ഉത്തരവ് പറയുമ്പോൾ ഇനി അന്വേഷിക്കേണ്ടത് സ്പെഷ്യൽ പ്രത്യേക അന്വേഷണ സംഘമാണ്, SIT ആണ് ഇനി കാര്യങ്ങൾ അന്വേഷിക്കേണ്ടത്. ആ SIT അന്വേഷണത്തിലേക്കുള്ള ഒരു ദിശാസൂചികയായി തന്നെ വേണ്ടേ കാണേണ്ടത് ഈ ഇടക്കാല ഉത്തരവിനെ? അനു, കേൾക്കാമോ? ലക്ഷ്മി, ഏറ്റവും പ്രധാനപ്പെട്ട വളരെ സുപ്രധാനമായ ഉത്തരവാണ് ഇപ്പോൾ ഹൈക്കോടതി പുറപ്പെടുവിച്ചിരിക്കുന്നത്. അതിലേറ്റവും പ്രധാനം ശബരിമല എന്ന് പറയുന്ന ഭക്തർ ഏറ്റവും അധികം വിശ്വാസത്തോട് കാണുന്ന ആ ഒരു ഇടത്തെ കളങ്കപ്പെടുത്തി എന്ന് അടക്കമുള്ള വളരെ ഗുരുതരമായ കുറ്റങ്ങളാണ് വിജിലൻസ് കണ്ടെത്തിയിരിക്കുന്നത്. അത് പവിത്രതയെ നശിപ്പിച്ചു എന്ന് പറയുമ്പോൾ വലിയ രീതിയിലുള്ള ദുരൂഹമായ ഇടപെടലുകൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. നോക്കും, അവിടെ ഹൈക്കോടതി വളരെ കൃത്യമായി പറയുന്നുണ്ട്, സ്വർണം പാളിച്ചമ്പായതിൽ വലിയ ദുരൂഹത, സസ്പീഷ്യസ് ആണ് എന്ന് കോടതി വളരെ കൃത്യമായി പറയുന്നുണ്ട്. മാത്രമല്ല, ഇക്കാര്യത്തിൽ വളരെ കൃത്യമായ ഒരു അന്വേഷണം നടക്കണം, എല്ലാ കാര്യങ്ങളും അന്വേഷിക്കണമെന്ന് പറയുമ്പോൾ ഇതുവരെ നമ്മൾ സംശയിച്ച കാര്യങ്ങളൊക്കെ ശരിയായി വരുന്നു എന്ന് തന്നെയാണ് ഇത് ഹൈക്കോടതിയിലെ ഉത്തരവിലും ഹൈക്കോടതിയുടെ പരാമർശങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നത്. ഇവിടെ ഈ സ്മാർട്ട് ക്രിയേഷൻസ് എന്ന് പറയുന്ന ചെന്നൈയിലെ സ്ഥാപനത്തിന്റെ ഒരു മൊഴി കൂടി നമ്മൾ ശ്രദ്ധിക്കണം. അതായത് അവർ കഴിഞ്ഞ ദിവസം വരെ അല്ലെങ്കിൽ പറഞ്ഞിരുന്നത് ആദ്യമായി അവിടെ എത്തിക്കുമ്പോൾ സ്വർണത്തിന്റെ ഒരു തരിമ്പ് പോലും ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞെങ്കിലും പിന്നീട് വിജിലൻസിന് മുന്നിൽ അവർ പറയുമ്പോൾ ആദ്യം അവിടെ സ്വർണം പൊതിഞ്ഞ പാളി അവിടെ എത്തിച്ചിരുന്നു എന്നും അതിൽ നിന്ന് സ്വർണം വേർതിരിച്ച് ഉണ്ണികൃഷ്ണ പോറ്റിക്ക് കൊടുത്തു എന്നും പിന്നീട് അവിടെ ചെമ്പുപാളി കൊണ്ടുവന്നു എന്നും പറയുമ്പോൾ അവിടെ ഒരു അവ്യക്തത, അവിടെ മറ്റേതെങ്കിലും തരത്തിലുള്ള ഇടപെടലുകളോ മറ്റേതെങ്കിലും തരത്തിലുള്ള ഇടപാടുകളോ ഉണ്ടോ എന്ന കാര്യം കൂടി നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. അങ്ങനെ അത്യന്തം ദുരൂഹവും ആയ ഇടപെടലുകളാണ് ഇതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ളത് എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവും നമുക്ക് ഇല്ല. മാത്രമല്ല, ഇക്കാര്യത്തിൽ ഫൈൻഡിങ്സ് അനു 2019 ഈ സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് സ്വർണ്ണപ്പാളി കൊണ്ടുപോകുന്നത്. നമുക്കറിയാം, ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങൾക്ക് മുന്നിൽ എത്തിയ വിവരങ്ങൾ നമ്മളൊക്കെ റിപ്പോർട്ട് ചെയ്ത കാര്യം തന്നെയാണ്. സ്മാർട്ട് ക്രിയേഷൻസിൽ ഇതിൽ നിന്ന് സ്വർണം വേർതിരിക്കാനുള്ള സാങ്കേതിക വിദ്യ തന്നെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഈ വിജിലൻസ് റിപ്പോർട്ടിൽ പറയുന്നത്. പാളികൾ കൊണ്ടുപോയ ഉണ്ണികൃഷ്ണൻ പോറ്റി പിന്നീട് കൊണ്ടുവന്നത് ചെമ്പുപാളി എന്നുള്ളതും പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇന്ന് പുറത്തുവിട്ട കാര്യങ്ങളടക്കം ഈ കോടതിക്ക് മുന്നിൽ എത്തിയിരിക്കുകയാണ്. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് കോടതി ദുരൂഹമായ ഇടപെടലുകൾ നടന്നിരിക്കുന്നു അവിടെ എന്ന് പറയുന്നത്, അല്ലേ? ഇക്കാര്യത്തിൽ നോക്കൂ, ഇവിടെ ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏകദേശം 474.9 ഗ്രാം സ്വർണമാണ് ഉണ്ണികൃഷ്ണ പോറ്റിക്ക് കൈമാറിയെന്ന് പറയുന്നു. ഈ പറയുന്ന ദ്വാരപാലക ശില്പങ്ങളിൽ ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നത് 1.5 കിലോ സ്വർണമാണ്. ഈ സ്വാഭാവികമായും ഈ മെർക്കുറി ക്ലാഡിംഗ് ചെയ്ത സ്വർണം വേർതിരിച്ചെടുക്കുമ്പോൾ 1/3 കുറവുണ്ടാകും. അത് സയന്റിഫിക്കലി പ്രൂവൺ ആണ്. അത് നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട സാങ്കേതിക വിദഗ്ധർ പറയുന്നുണ്ട്. അതായത് ഇത് ചെയ്യുമ്പോൾ അതിന്റെ കുറവ്, അത് വേർതിരിച്ചെടുക്കുമ്പോൾ അതിനെ ഇളക്കി മാറ്റി എടുക്കുമ്പോൾ അവിടെ കുറവുണ്ടാകും. ഒരു പക്ഷേ ആ കുറവ് ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അതായത് 1.5 കിലോഗ്രാമിൽ നിന്നും 1/2 കിലോയിലേക്ക് എത്തുന്നത് സ്വാഭാവികമായും ആ ഒരു പ്രോസസ്സിന്റെ ഭാഗമായിട്ടായിരിക്കാം. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ ഇപ്പോൾ 474.99 ഗ്രാം സ്വർണം ഉണ്ണികൃഷ്ണ പോറ്റി ഏൽപ്പിച്ചു. പക്ഷെ ഉണ്ണികൃഷ്ണ പോറ്റി ഈ പാളികളിൽ, അതായത് പിന്നീട് കൊണ്ടുവന്ന ചെമ്പ് പാളികളിൽ ഇലക്ട്രോപ്ലേറ്റിംഗ് വഴി വെച്ചത് വെറും 374 ഗ്രാം മാത്രമാണ്. അപ്പോൾ 370 ഗ്രാം മാത്രമാണ്. അവിടെ ഇയാൾ മറ്റ് വിശ്വാസികളായ അയ്യപ്പ ഭക്തരിൽ നിന്ന് പിരിച്ച പണം എവിടെ പോയി? അത് ഇയാൾ കൈക്കലാക്കിയിരിക്കുന്നു. അതായത് ഒന്നുകിൽ ഇതേ സ്വർണം കൊണ്ട് ഇയാൾ ഇലക്ട്രോപ്ലേറ്റ് നടത്തിയിട്ടുണ്ടാകണം, അല്ലെങ്കിൽ ഈ ആളുകളിൽ നിന്ന് മേടിച്ച സ്വർണം, അതായത് പലരും ഈ വ്യക്തത വരുത്തേണ്ടത്, സ്വർണം 474.9 ഗ്രാം സ്വർണം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറിയിട്ടുണ്ട്. പക്ഷേ ഇത് സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് എത്തുമ്പോൾ അവർ പറയുന്നത് എത്തിച്ചത് ചെമ്പുപാളിയാണ് എന്നുള്ളതാണ്. അതും പുതിയ ചെമ്പുപാളി എന്നാണ് പറയുന്നത്. അപ്പോൾ സ്വർണം ഒരു തരി പോലും അവിടെ എത്തിയില്ല എന്നാണോ മനസ്സിലാക്കേണ്ടത് ഈ സ്മാർട്ട് ക്രിയേഷൻസിൽ?
ഇത് ഈ സ്മാർട്ട് ക്രിയേഷൻസിന്റെ മൊഴിയുമായി ബന്ധപ്പെട്ട് ചില അവ്യക്തതകൾ ഉണ്ട് എന്ന് തന്നെയാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. കാരണം അവർ ആദ്യം പറയുന്നത് അവർക്ക് ഈ സ്വർണം ഉരുക്കി മാറ്റാനുള്ള സാങ്കേതിക വിദ്യയോ ഒന്നും ഇല്ല എന്ന് അവർ പറയുന്നു. പിന്നീട് അവർ പറയുന്നു 424 ഗ്രാം സ്വർണം അത് ഉണ്ണികൃഷ്ണൻ പോറ്റി ഏൽപ്പിച്ചു എന്ന് പറയുന്നുണ്ട്. അവിടെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടോ എന്നുള്ള കൂടെ നമ്മൾ ശബ്ദയോട് നമുക്ക് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിച്ചറിയാം. ഏതായിരുന്നാലും അപ്പോൾ ഈ ഉണ്ടായിരുന്ന സ്വർണം ത്തിൽ നിന്ന് വളരെ കുറച്ചാണ് ഇയാൾ ഇലക്ട്രോപ്ലേറ്റിംഗ് വഴി സ്വർണം പൂശിയത്. അപ്പോൾ ബാക്കി സ്വർണം എവിടെ? മാത്രമല്ല ഇയാൾക്ക് സ്വർണം പൂശാൻ വേണ്ടി പണം കൈമാറിയെന്ന് നിരവധി ആളുകൾ വന്ന് പറയുന്നുണ്ട്. അവരിൽ നിന്ന് പിടിച്ച അല്ലെങ്കിൽ അവരിൽ നിന്ന് തിരിച്ചെടുത്ത സ്വർണവും അല്ലെങ്കിൽ ഈ പണവും ഒക്കെ എവിടെയാണ്? ഇവിടെ അയ്യപ്പൻ എന്ന വിശ്വാസത്തെ, അയ്യപ്പൻ എന്ന ഈ ഭക്തർ വളരെ വൈകാരികമായി കാണുന്ന അവരുടെ വിശ്വാസത്തെ അങ്ങേയറ്റം മോശകരമായി ഉപയോഗപ്പെടുത്തി ആ പവിത്രത ഇല്ലാതാക്കി എന്നുള്ള ഹൈക്കോടതിയുടെ ഫൈൻഡിങ്സ് ഏറ്റവും പ്രധാനപ്പെട്ടത് തന്നെയാണ്. അവിടെ വലിയ തരത്തിലുള്ള ദുരൂഹത, ഗൂഢാലോചന നടന്നിട്ടുണ്ട്. ഇതിൽ കൃത്യമായ അന്വേഷണം നടത്തണം എന്നുള്ളതാണ് ഹൈക്കോടതിയുടെ ഒരു നിലപാട്. അത് തന്നെയാണ് ദേവസ്വം ബോർഡ്, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സ്വയംഭരണ സ്ഥാപനം എന്ന് പറയുമ്പോഴും ശബരിമല അയ്യപ്പ ഭക്തരുടെ ആവലാതികൾ കേൾക്കാൻ അയ്യപ്പ സംഗമം വിളിച്ചു ചേർത്ത സർക്കാർ ഉറപ്പായും ഇതിനകത്ത് പ്രതിരോധത്തിലായിരിക്കുകയല്ലേ? സർക്കാർ തന്നെയല്ലേ ഇതിനകത്ത് ഇനി മറുപടി പറയേണ്ടി വരിക? ിൽ അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, അന്നത്തെ ദേവസ്വം ബോർഡ് അംഗങ്ങൾ, അന്നത്തെ ദേവസ്വം കമ്മീഷണർ, അന്നത്തെ തിരുവാഭരണ കമ്മീഷണർ, അന്നത്തെ ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർ, അന്നത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഇവരൊക്കെ ഉത്തരം പറയേണ്ടതുണ്ട്. കാരണം ശബരിമല പോലെ പവിത്രമായ പവിത്രമായി കാണുന്ന ശബരിമല പോലെ ഒരിടത്ത് ഏറ്റവും അധികം വിശ്വാസികൾ എത്തുന്ന ഒരിടത്ത് അവിടെ നിന്ന് സ്വർണം ഇളക്കിക്കൊണ്ടുപോയി കൈകാര്യം ചെയ്ത് അതിനെ മറിച്ചു വിൽക്കുകയോ അല്ലെങ്കിൽ അത് ദുരുപയോഗം ചെയ്യുകയോ ചെയ്ത ഒരു അങ്ങേയറ്റത്തെ തിരുമറി നടന്നിട്ട് എന്തുകൊണ്ട് ഇത്രയും കാലം ഇത് പുറത്തു വന്നില്ല? എന്തുകൊണ്ടാണ് ഇത് നടപടിയെടുക്കാത്തത്? ഇത്തരം കാര്യങ്ങൾ പുറത്തു വന്നേ മതിയാകൂ. ലക്ഷ്മി, ഏതായാലും ഇക്കാര്യത്തിൽ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന അന്വേഷണം ഇപ്പോൾ 2 ആഴ്ചയ്ക്കൊരിക്കൽ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് കോടതിയിൽ ഹാജരാക്കാൻ വേണ്ടി കോടതി പറഞ്ഞിട്ടുണ്ട്. ആ റിപ്പോർട്ടുകൾ വരുമ്പോൾ ഇതിൽ കൂടുതൽ വ്യക്തത വരും. മാധ്യമങ്ങളെ സംബന്ധിച്ചാണ്, നമ്മളെ സംബന്ധിച്ചാണെങ്കിൽ നമ്മുടെ മുന്നിലേക്ക് ഒരു പ്രതിസന്ധി കൂടി വരുന്നു. അത് മാധ്യമങ്ങളോട് ഒരു തരത്തിലും സംസാരിക്കരുതെന്നും മാധ്യമങ്ങളോട് വിവരങ്ങൾ കൈമാറരുത് എന്നും കോടതി ഇന്ന് കൃത്യമായി പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു പ്രതിസന്ധി മാധ്യമങ്ങളെ സംബന്ധിച്ച്, നമ്മൾ വാർത്ത നിരന്തരമായി ഫോളോ ചെയ്യുന്ന സംബന്ധിച്ച് നമുക്ക് ഉണ്ട്. പക്ഷേ കോടതിയുടെ മുമ്പിലേക്ക് ഇത്തരം കാര്യങ്ങൾ എത്തുമ്പോൾ കൃത്യമായ ആളുകൾ, കൃത്യമായ കുറ്റക്കാർ പുറത്തേക്ക് വരും എന്ന് തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്നത്. രണ്ടാഴ്ച കൂടുമ്പോ ഈ കാര്യങ്ങൾ കോടതിയെ അറിയിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ പുരോഗതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് 2 ആഴ്ച കൂടുമ്പോ എങ്കിലും അറിയാൻ പറ്റുവാനോ? തീർച്ചയായും 2 ആഴ്ച കൂടുമ്പോഴല്ല, നമുക്ക് സ്വാഭാവികമായി ഈ വിഷയത്തിൽ നമ്മൾ ഓരോ നിമിഷവും ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ നമ്മൾ ഫോളോ ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കും. ഏതായിരുന്നാലും ലക്ഷ്മിയുടെ ആലോചിച്ചു, ശബരിമല പോലെ ഇത്ര ലക്ഷക്കണക്കിന് ഭക്തരെത്തുന്ന ഒരു ക്ഷേത്രം, അവിടെ എത്തുന്ന ഭക്തർ ഈ പറയുന്ന വ്രതമെടുത്ത് കഷ്ടതകൾ അനുഭവിച്ച് അവിടേക്ക് എത്തുന്നു. ഒരു സെക്കൻഡ് ആയിരിക്കും സാധാരണ ഭക്തർക്ക് ഈ അയ്യപ്പ ദർശനം ലഭിക്കുന്നത്. നമ്മൾ ദൃശ്യങ്ങൾ നമ്മൾ കാണാറുണ്ടല്ലോ, പോലീസുകാരിങ്ങനെ പിടിച്ചു മാറ്റി, ദേവസ്വം ബോർഡ് ജീവനക്കാരിങ്ങനെ പിടിച്ചു മാറ്റി, അതായത് 40-41 ദിവസവും വ്രതമെടുത്ത് ഇത്രയും കഷ്ടപ്പെട്ട് കരിമല കയറി അല്ലെങ്കിൽ നീലിമലയൊക്കെ കയറി മണിക്കൂറുകളോളം ക്യൂ നിന്ന് ഒരു മാത്രം അയ്യപ്പ ദർശനം നടത്തിപ്പോകുന്ന കോടിക്കണക്കിന് അയ്യപ്പ ഭക്തർ, അവർ ഏറ്റവും വലിയ വൈകാരികമായി അവരുടെ വിശ്വാസത്തെ ഏറ്റവും ഉയർത്തിപ്പിടിച്ച് നിൽക്കുന്ന ആ ഒരിടത്താണ് ഇത്തരം സ്പോൺസർമാർ, ഇത്തരം കരിങ്കള്ളന്മാർ വന്നിരുന്ന് ഇതുമായി ബന്ധപ്പെട്ട സ്വർണ്ണങ്ങൾ അടിച്ചുകൊണ്ട് പോയി അത് വിറ്റ് ഒക്കെയുള്ള ഇടപാടുകൾ നടത്തുന്നത്. അവിടെ ഒന്നും ഒരു തരത്തിലും അതിനെ നിയന്ത്രിക്കാൻ ഈ പറയുന്ന നമ്മുടെ സർക്കാർ ദേവസ്വം സംവിധാനങ്ങൾക്ക് ഇതുവരെ കഴിഞ്ഞില്ല എന്ന് പറയുമ്പോൾ ഞാൻ ലക്ഷ്മിയോട് വീണ്ടും പറയുന്നു, ഇത് ഏതെങ്കിലും ഒരു ഉണ്ണികൃഷ്ണ പോറ്റി എന്ന് മാത്രമല്ല, ശബരിമലയിൽ ഇനിയുമുണ്ട് 100 കണക്കിന് ഇങ്ങനെയുള്ള സ്പോൺസർമാരും ഇടനിലക്കാരും അടക്കമുള്ളവർ. അവിടുത്തെ സ്ഥാപനങ്ങളിലെ, അവിടുത്തെ ഷോപ്പുകളുടെ കച്ചവടങ്ങൾ എങ്ങനെയാണെന്ന് അന്വേഷിച്ചാൽ അത് കൃത്യമായിട്ട് മനസ്സിലാകും. അതിന് പിന്നിൽ ആരാണെന്ന് അറിയാം.
ADGP MR അജിത്കുമാർ 2025 ജനുവരിയിൽ ഹൈക്കോടതിയിൽ കൊടുത്ത റിപ്പോർട്ടിലടക്കം ശബരിമലയെ പോലെ ഒരു വിശ്വാസികൾക്ക് പാവനമായ ഒരിടത്ത് അങ്ങേയറ്റത്തെ കൊള്ളയാണ് നടക്കുന്നത്. വിദേശ രാജ്യങ്ങളിൽ നിന്ന് പോലും അവിടെയുള്ള ഭക്തരിൽ നിന്ന് പോലും ഈ ലക്ഷക്കണക്കിന് രൂപ ഇവർ തിരിച്ചെടുക്കുന്നുണ്ട്. അതൊക്കെ എങ്ങോട്ട് പോകുന്നു എന്നടക്കമുള്ള കാര്യങ്ങൾ ഇനി പുറത്തു വരേണ്ടതുണ്ട്. ലക്ഷ്മി, തീർച്ചയായും ഒരു സീരിയൽ കൊള്ള തന്നെയാണ് അവിടെ നടന്നിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയം വേണ്ട. ഇപ്പോൾ അതിന്റെ മഞ്ഞുമലയുടെ ഒരറ്റം മാത്രമാണ് നമ്മൾ കണ്ടിരിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. കോടതി എന്തായാലും അടിവരയിടുന്നുണ്ട്. ദുരൂഹമായ ഇടപെടലുകൾ അവിടെ നടന്നിരിക്കുന്നു. അവിടെ ചിലത് അനഭിലഷണീയമായ ചിലത് അവിടെ നടന്നിരിക്കുന്നു എന്നുള്ളത് ഈ ഇടക്കാല ഉത്തരവിലൂടെ അടിവരയിടുകയാണ് കോടതി. ഇനി അതൊരു ദിശാസൂചികയാണ് എന്ന് വേണം മനസ്സിലാക്കാനല്ലേ പ്രത്യേക അന്വേഷണ സംഘത്തിനുള്ള. തീർച്ചയായും കോടതി വളരെ കൃത്യമായി ചില കാര്യം ഇപ്പൊ നോക്കൂ. ഈ വിവാദം എങ്ങനെയാണ് പുറത്തേക്ക് വരുന്നത്? കോടതിയാണ് ആദ്യമായി ഈ വിഷയം ടേക്കപ്പ് ചെയ്യുന്നതെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതായത് ഈ 2025 ഈ പാളികൾ ചെന്നൈയിലേക്ക് കൊണ്ടുപോകുമ്പോൾ സ്പെഷ്യൽ കമ്മീഷണറുടെ അനുമതി മുൻകൂറായി വാങ്ങിയിരുന്നില്ല എന്നൊരു വിഷയം കോടതിയുടെ മുമ്പിലേക്ക് എത്തുകയും കോടതിയെ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട രേഖകളെല്ലാം സമർപ്പിക്കാൻ വേണ്ടി പറയുന്നു. ആ രേഖകൾ സമർപ്പിക്കുമ്പോഴാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി അയച്ച ഒരു മെയിലിൽ വളരെ വിചിത്രമായ ഒരു കാര്യം കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. അതായത് അവിടെ ഞാൻ ഈ പാളികളിൽ ഞാൻ ഇപ്പോൾ വീണ്ടും അറ്റകുറ്റപ്പണികൾക്കും സ്വർണം പൊതിയാനുമായി കൊണ്ടുപോകാം. കൂടെ അവിടെയുള്ള അതായത് ശബരിമല സ്ട്രോങ് റൂമിലുള്ള ആ ദ്വാരകപാല പീഠങ്ങളുടെ പീഠം കൂടെ എനിക്ക് തന്നാൽ ഞാൻ അതും കൂടെ സ്വർണം പൂശി കൊണ്ടുവരാം എന്ന് ഇയാൾ രേഖപ്പെടുത്തുന്നു. അവിടെയാണ് കോടതി ആദ്യ ഘട്ടത്തിൽ സംശയം രേഖപ്പെടുത്തിയത്. ശബരിമല സ്ട്രോങ് റൂമിൽ അങ്ങനെ ഒരു പീഠമുണ്ട് എന്ന് എങ്ങനെയാണ് തേർഡ് പാർട്ടി ആയിട്ടുള്ള ഇതിലൊന്നും ഭാഗമല്ലാത്ത ഉണ്ണികൃഷ്ണൻ പോറ്റിക്കറിയാം? ആ ചോദ്യത്തിൽ നിന്നാണ് ഈ കേസിന്റെ മുഴുവൻ ഇതുവരെ ഈ നിമിഷം വരെയുള്ള എല്ലാ പുരോഗതികളും ഉണ്ടായിട്ടുള്ളത്. കോടതി അത്ര കർശനമായി സൂക്ഷ്മതയോടുകൂടി ഈ കാര്യത്തെ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന അന്വേഷണത്തിൽ വളരെ നിർണായകമായ വിവരങ്ങൾ പുറത്തു വരും എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. ലക്ഷ്മി, 6 ആഴ്ചയ്ക്കകമാണ് അന്വേഷണത്തിന് കോടതി പറഞ്ഞിരിക്കുന്ന സമയപരിധി. അതിനകം തന്നെ എല്ലാവരുടെയും മൊഴി അടക്കമെടുത്ത് ഈ കാര്യങ്ങളുടെ വിശദാംശങ്ങൾ അടക്കം റിപ്പോർട്ടാക്കി കോടതിയിൽ സമർപ്പിക്കേണ്ടതുണ്ട് പ്രത്യേക അന്വേഷണ സംഘത്തിന്. ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പരിധി സംബന്ധിച്ച് എന്തെങ്കിലും സൂചനകൾ കിട്ടുന്നുണ്ടോ അനു? എന്തൊക്കെയാണ് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? നമുക്കറിയാം തന്ത്രിമാരാണ് അവിടെ കാര്യങ്ങൾ പരിഷ്കാരങ്ങൾ വരുത്തുമ്പോൾ അവരുടെ അഭിപ്രായങ്ങൾക്കാണ് മുൻഗണന. ഈ കേസിലൊക്കെ സംഭവിച്ചിട്ടുള്ളത് ഉണ്ണികൃഷ്ണൻ പോറ്റിയോട് ഒരു തന്ത്രിയും ആദ്യം പറയുകയില്ല. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെ അവിടെ ചില കാര്യങ്ങൾ അങ്ങോട്ട് ഇനിഷ്യേറ്റ് ചെയ്യുന്നത് നമുക്ക് ഈ ഇടപാടുകളൊക്കെ നോക്കുമ്പോൾ ഈ വാർത്തകളൊക്കെ നോക്കുമ്പോൾ അത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ തന്ത്രിമാരുടെ അടക്കം മൊഴിയെടുക്കുന്നതിലേക്ക് നീങ്ങുമോ? എന്താണ് മനസ്സിലാക്കേണ്ടത്? വളരെ സമഗ്രമായ ഒരു അന്വേഷണമാണ് ദേവസ്വം വിജിലൻസ് നടത്തിയത് എന്നുള്ളത് നമ്മൾ എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. കാരണം ലക്ഷ്യം നോക്കൂ, ഈ പറയുന്ന പീഠം കാണാനില്ല എന്ന് പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വെളിപ്പെടുത്തൽ വരുന്നു. അതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടക്കുന്നു. ഹൈക്കോടതി കാര്യങ്ങൾ ചോദിക്കുന്നു. വളരെ വേഗത്തിൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹോദരിയുടെ വീട്ടിൽ നിന്നും ഈ പീഠം കണ്ടെടുക്കാൻ വേണ്ടി വിജിലൻസിന് കഴിഞ്ഞു. അവിടെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന വ്യക്തി ഒരു ദുരൂഹ വ്യക്തിത്വമാണ് എന്ന് നമ്മൾ എല്ലാവരും മനസ്സിലാക്കുന്നത്. കാരണം ഈ ദേവസ്വം ബോർഡിലേക്ക് ഞാൻ ഈ പീഠം കൊടുത്തു എന്ന് പറയുന്ന ആരോപണം ഉന്നയിച്ചതും ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ്. ആ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹോദരിയുടെ വീട്ടിൽ നിന്ന് കാണാനില്ല എന്ന് ഇദ്ദേഹം തന്നെ പറയുന്ന പാളി കണ്ടെത്തുകയും ചെയ്തു. അവിടെയാണല്ലോ ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട മർമ്മം ഇരിക്കുന്നത്. അത് കണ്ടുപിടിച്ചത് കൃത്യമായി ദേവസ്വം വിജിലൻസ് SP സുനിൽകുമാറിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ്. വളരെ കൃത്യമായ അന്വേഷണം അവർ നടത്തി. നമുക്കറിയാം ഈ പറയുന്ന പ്രളയകാലത്ത് ആറന്മുള വലിയ രീതിയിൽ പ്രളയബാധിതമായ പ്രദേശമായിരുന്നു. അവിടെ ഈ സ്ട്രോങ് റൂമിലെ അടക്കം രേഖകൾ മാഞ്ഞുപോയ സംഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അതിനൊക്കെ മറികടന്ന് കൃത്യമായ രേഖകൾ സഹിതം കോടതിയിൽ ഇത് വലിയ തട്ടിപ്പാണ് എന്ന് ബോധ്യപ്പെടുത്താൻ കോടതി തന്നെ ഹൈക്കോടതി അടിവരയിടുകയാണ് ശബരിമലയിൽ നടന്ന ദുരൂഹ ഇടപാടുകളെ. ശബരിമല സ്വർണ്ണപ്പാളി കൈമാറ്റത്തിൽ തിരിമറി നടന്നു എന്ന് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നു.
ദേവസ്വം വിജിലൻസ് അന്വേഷണത്തിൽ നിന്ന് കാര്യങ്ങൾ വ്യക്തമായിരിക്കുന്നു. 474.9 ഗ്രാം സ്വർണം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറിയിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും SIT അന്വേഷിക്കണമെന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. 6 ആഴ്ചയ്ക്കകം, അതായത് 1.5 മാസത്തിനകം കാര്യങ്ങൾ കോടതിയിൽ റിപ്പോർട്ടായി സമർപ്പിക്കണം എന്നും അന്വേഷണം പൂർത്തിയാക്കണം എന്നും കോടതി വ്യക്തമാക്കിയിരിക്കുകയാണ്. അനുവും ഷബ്നയുമാണ് വിവരങ്ങൾ പങ്കുവച്ചത്. മറ്റൊരു വാർത്തയിൽ